ഹലോ ഗൈസ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് ടാപ്പ് സ്വാപ്പിൻ്റെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റ് ആണ്. അപ്പം എപ്പോഴും പറയുന്ന പോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ വീഡിയോ കാണുന്ന ആളുകളാണെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പെട്ടെന്നുള്ള അപ്ഡേറ്റുകൾ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മുടെ ടെലഗ്രാം ചാനലിൽ ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെടേണ്ടവർ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്തും കൂടെ സപ്പോർട്ട് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ടാപ്പ് സ്വാപ്പിൻ്റെ ടീമിൻ്റെ ഭാഗത്തു നിന്ന് വന്നിട്ടുണ്ടായിരുന്ന ഏറ്റവും അവസാനത്തെ അപ്ഡേറ്റ് അനുസരിച്ച് ജൂലൈ 1-ാം തീയതി ആയിരുന്നു അവർ ടാപ്പ് സ്വാപ്പിൻ്റെ ലിസ്റ്റിംഗ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. പക്ഷേ കാര്യങ്ങൾ നടന്നിരിക്കുന്നത് അവരവസാനം തന്നിരിക്കുന്ന അപ്ഡേറ്റ് പോലെയല്ല. വീണ്ടും ടാപ്പ് സ്വാപ്പിൻ്റെ ലിസ്റ്റിംഗ് അവർ പോസ്റ്റ്പോൺ ചെയ്തിട്ടുണ്ട്. അതിനെക്കുറിച്ച് അവർ ഇന്നലെ അവരുടെ ട്വിറ്ററിൽ വളരെ വലിയൊരു കഥയൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. നമുക്ക് അതെന്താണെന്ന് ഒന്ന് പോയി നോക്കാം. അതിനു മുന്നേ മറ്റൊരു കാര്യം കൂടി ഓർമ്മിപ്പിച്ചു കൊള്ളട്ടെ. ഈ ഒരു ജൂലൈ മാസത്തിൽ വീണ്ടും കുറേ അധികം പ്രൊജക്റ്റുകൾ ലിസ്റ്റിംഗ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. അതിലേറ്റവും എല്ലാവരും ആകാംക്ഷയോടെ നോക്കി കാണുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റ് ആണ്. ടാപ്പ് സ്വാപ്പ് ചെയ്ത് അതേ പരിപാടി വേണമെങ്കിൽ ഹാംസ്റ്റർ കോമ്പാറ്റിനും ചെയ്യാം. അവർക്കും വേണമെങ്കിൽ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നീട്ടി വെക്കാം. പക്ഷേ 100% ഉറപ്പൊന്നുമില്ല. കാലങ്ങളായിട്ട് ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകളിൽ ആക്റ്റീവായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇത് വളരെ പുതുമയായിട്ടുള്ള കാര്യങ്ങളൊന്നും ആയിരിക്കത്തില്ല. പ്രൊജക്റ്റുകൾ ഇങ്ങനെ കമ്മ്യൂണിറ്റീനെ വെച്ച് കളിക്കാറുണ്ട്. ഇന്ന് ലിസ്റ്റ് ചെയ്യും, നാളെ ലിസ്റ്റ് ചെയ്യുന്നൊക്കെ പറഞ്ഞിട്ട് വളരെയധികം കാലത്തേക്ക് അവർ ലിസ്റ്റിംഗും കാര്യങ്ങളൊക്കെ നീട്ടി വെക്കാറുണ്ട്. സോ ഇതൊക്കെ ക്രിപ്റ്റോ എയർ ഡ്രോപ്പുകളുടെ കാര്യത്തിൽ സ്വാഭാവികമായിട്ടുള്ള കാര്യം തന്നെയാണ്. നിങ്ങൾ തീർച്ചയായിട്ടും അത് മനസ്സിലാക്കുക. ഹാംസ്റ്റർ കോമ്പാറ്റിൻ്റെ കാര്യത്തിൽ സെയിം തന്നെ സംഭവിക്കണമെന്നില്ല. പക്ഷേ അവർ ചിലപ്പോൾ ഇതുപോലെ തന്നെ മാറ്റി വെക്കാനുള്ള പോസിബിലിറ്റിയും കൂടി ഉണ്ട്. അത് നിങ്ങൾ ജസ്റ്റ് ഒന്ന് മനസ്സിൽ വെക്കുക. ഇനി നമുക്ക് നേരെ ടാപ്പ് സ്വാപ്പിൻ്റെ കാര്യങ്ങളിലേക്ക് കടക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അവർ ട്വിറ്ററിൽ വളരെ വലിയ കഥയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടിട്ടുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും ഞാനിവിടെ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നില്ല. ഇവർ കുറച്ച് ഗുഡ് ന്യൂസും അതുപോലെ തന്നെ ബാഡ് ന്യൂസും ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ടാണ് ഇവിടെ ഷെയർ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ലിസ്റ്റിങ്ങിന് വേണ്ടിയിട്ട് ഇവർ ടയർ 1 എക്സ്ചേഞ്ചുകളുമായിട്ട് ഭയങ്കര വലിയ ഡിസ്കഷനിലും കാര്യങ്ങളിലൊക്കെയാണെന്ന് ഇവരോട് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ എങ്ങനെയാണ് ടോക്കണോമിക്സ്, അതായത് എത്രത്തോളം സപ്ലൈയും കാര്യങ്ങളൊക്കെ വെക്കണം, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റിക്ക് എത്ര എയർ ഡ്രോപ്പ് കൊടുക്കണം എന്ന കാര്യത്തിലൊന്നും ഇപ്പോഴും ഇവർക്ക് വ്യക്തമായിട്ടുള്ള ധാരണയായിട്ടില്ല. അത് ഡിസൈഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർക്ക് കൂടുതൽ സമയം വേണം എന്നൊക്കെയാണ് ഇവർ പറഞ്ഞിട്ടുള്ളത്. അതുപോലെ തന്നെ എങ്ങനെ ലോഞ്ച് ചെയ്യണം, ലോഞ്ചിങ് സ്ട്രാറ്റജിയും കാര്യങ്ങളൊന്നും ഇവർക്ക് റെഡി ആയിട്ടില്ല എന്നാണ് പറയുന്നത്. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതൊന്നും വളരെ ക്രെഡിബിൾ ആയിട്ടുള്ള ഒരു റീസൺസും കാര്യങ്ങളും ഒന്നും അല്ല. ഇവർക്ക് ജസ്റ്റ് കുറെ കൂടെ കാലം ഇത് നീട്ടിക്കൊണ്ട് പോകണം. നമുക്കറിയാം അത് ഇവരെ യൂട്യൂബ് ചാനലും കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അതിലേക്ക് കൂടുതൽ സബ്സ്ക്രൈബേഴ്സിനെയും കാര്യങ്ങളൊക്കെ എത്തിക്കണം. അങ്ങനെ യൂട്യൂബിൽ നിന്നും കുറേയധികം റവന്യൂവും കാര്യങ്ങളൊക്കെ നേടാനുള്ള ഒരു ഉദ്ദേശവും കൂടെ ഇതിൻ്റെ പിന്നിലുണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ആയിരിക്കണം ഇവർ ലിസ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ നീട്ടി വെച്ചിട്ടുള്ളത്. ഇവരുടെ ലാസ്റ്റത്തെ AMAയിലും ഇവർ ഇതേ പോയിന്റ്സ് തന്നെയാണ് എടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. നിങ്ങൾ എത്ര പേര് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല. അതായത് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത്, ഞങ്ങൾക്ക് ടോക്കണോമിക്സും കാര്യങ്ങളൊക്കെ ഡിസൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ ടൈം വേണം. അതുപോലെ തന്നെ ഞങ്ങൾ ടയർ 1 എക്സ്ചേഞ്ചുകളൊക്കെ ആയിട്ട് ആക്റ്റീവായിട്ടുള്ള ഡിസ്കഷൻസിലാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. സോ സെയിം കാര്യം തന്നെയാണ് അവർ വീണ്ടും വീണ്ടും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. കമ്മ്യൂണിറ്റിയിൽ കുറേ അധികം ആളുകൾ തീർച്ചയായിട്ടും ഡിസപ്പോയിൻറ്റഡ് ആണ്. ഇനി അവർ ലിസ്റ്റിംഗ് പറഞ്ഞിട്ടുള്ളതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 2024 ക്വാർട്ടർ 3ലാണ്. ഈ ഒരു ക്വാർട്ടർ 3 എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ജൂലൈ, ഓഗസ്റ്റ്, സെപ്റ്റംബർ ഈ 3 മാസങ്ങൾക്കുള്ളിൽ എപ്പോഴേലൊക്കെ ആയിരിക്കും ഇവർ ലിസ്റ്റിംഗ് കൊണ്ടുവരാനായിട്ട് പോകുന്നത്. ഒരുപക്ഷെ അവർ വേണമെങ്കിൽ Q3ൻ്റെ എൻഡിൽ വന്നിട്ട് Q4ലാണ് ലിസ്റ്റിംഗ് എന്ന് പറയാനുള്ള സാധ്യതയും നമുക്ക് ഒരിക്കലും തള്ളിക്കളയാനായിട്ട് പറ്റത്തില്ല. പക്ഷേ ഇതിൽ പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഇതിൽ ഇതുവരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല, അല്ല നിങ്ങൾക്ക് ടാപ്പ് സ്വാപ്പിൽ പോയിന്റ്സ് വളരെ കുറവാണെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ടൈം പീരീഡിൻ്റെ ഉള്ളിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം പോയിന്റ്സ് ഉണ്ടാക്കാനായിട്ട് പറ്റും. സോ ടാപ്പ് സ്വാപ്പിൽ നിങ്ങൾ ജോയിൻ ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ജോയിനിങ് ലിങ്ക് താഴെ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോൻ്റെ ലിങ്കും ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്തു നോക്കുക. അതുപോലെ തന്നെ നിങ്ങൾ ഒരിക്കലും ഒരു പ്രൊജക്റ്റിൻ്റെ മേലെ മാത്രം ടൈം സ്പെൻഡ് ചെയ്യരുത്. മൾട്ടിപ്പിൾ പ്രൊജക്റ്റുകളുടെ മേലെ നിങ്ങളുടെ ഫ്രീ ടൈം ഈക്വലായിട്ട് ഡിവൈഡ് ചെയ്തിട്ട് നിങ്ങൾ എയർ ഡ്രോപ്പുകൾ ഫാം ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇനി പുതിയ ആളുകൾക്ക് വേണ്ടിയിട്ട് ഇത്തരത്തിൽ വലിച്ചു നീട്ടപ്പെട്ടിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. നമ്മുടെ കമ്മ്യൂണിറ്റിയിൽ കുറേയധികം ആളുകൾ ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്ന എയർ ഡ്രോപ്പ് ആയിരുന്നു ബോണ്ടെക്സ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു എയർ ഡ്രോപ്പ്. ഒരു മൊബൈൽ മൈനിങ് ആപ്ലിക്കേഷനും കാര്യങ്ങളൊക്കെ ആയിരുന്നു. ഇതിൻ്റെ ട്യൂട്ടോറിയൽ വീഡിയോ ഞാനിട്ട് ഏകദേശം 2 വർഷം മുന്നെയാണ്. ഇവർ ലിസ്റ്റിംഗ് വലിച്ചു നീട്ടി ഈ മാസം ജൂലൈ 10-നാണ് ലിസ്റ്റിംഗ് എന്ന് അവർ ലാസ്റ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ട്. ഒരു പക്ഷേ ആ ജൂലൈ 10 എന്നുള്ളതും വേണമെങ്കിൽ അവർ മാറ്റാനുള്ള പോസിബിലിറ്റി ഉണ്ട്. സോ ക്രിപ്റ്റോ എയർ ഡ്രോപ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാണ്. ആ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം മനസ്സിൽ വെക്കുക.
അപ്പോൾ ഗൈസ്, നമ്മുടെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോയിൽ ഇത്തരം കാര്യങ്ങളൊക്കെയാണ് പറയാനായിട്ടുള്ളത്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. വീഡിയോ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോനെ കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്ത് അറിയിക്കാനായിട്ട് മറക്കാതിരിക്കുക. അപ്പം മറ്റൊരു അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.